ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പോപ്പുലർ ഫാം ഹൗസിൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പാർട്ട് 1. അത് കാണാത്തവരൊന്ന് കാണണേ. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇത് ഇത്തിരി ലോങ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും എല്ലാം കാണാം. ഓക്കെ, വരൂ. അപ്പോൾ നമ്മൾക്ക് പാമ്പിൻ്റെ സെക്ഷനിലോട്ടാണ് ആദ്യം പോയത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ റെഡ് ടൈൽ ബോവ, അങ്ങനെ ഒരുപാട് തരം പാമ്പൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇതാ ഒരു പല്ലിയുടെ ഇനമാണിത്. വെറൈറ്റിയാണ്. ഇപ്പോൾ അതായത് കണ്ടോ, ഒരു ആമയാണ്. ഇതിൻ്റെ പേര് സൽക്കാട്ട ടോട്ടോയ്സ് എന്നാണ്. ഇത് 500 വർഷം ആയുസുണ്ട് ഈ ആമയ്ക്ക്. ഇത് തേളുകളാണ് കണ്ടോ. ഇതിന് കുട്ടികളൊന്നുമില്ല. ഇതാരാണെന്ന് അറിയാമല്ലോ, യെല്ലോ അനോക്കൊണ്ടയാണേ. നമുക്ക് ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ അനോക്കൊണ്ടയൊക്കെ. അനാക്കൊണ്ട അപ്പോൾ നമ്മൾ സിനിമയിൽ കാണും പോലെയൊന്നും അല്ല, നേരിട്ട് കാണാം. ഇത് മെക്സിക്കൻ ബ്ലാക്ക് കിങ് സ്നേക്കാണ്. അത് പലതരത്തിലുള്ള പാമ്പുകളുണ്ട് ഇവിടെ. ഇതേതാ നമ്മുടെ ബോൾ പൈതൺ, അങ്ങനെ റെഡ് ടൈൽ ബോവ, അങ്ങനെ പലതരത്തിലുള്ള പാമ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. മോന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമാണ് പാമ്പുകളൊക്കെ, ഭയങ്കര ഇഷ്ടമാണ്. അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്. അത് അവിടെ തന്നെ എല്ലാ പേരുകളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പാമ്പുകളെയൊക്കെ നമുക്ക് നേരിട്ട് കാണാനൊക്കെ രസമാണ്. നമ്മൾ സാധാ കാണുന്നതല്ല. ബാൾ പൈതനാണിത്. നല്ല ചന്തമല്ലേ കാണാൻ. ചിലവർക്കൊക്കെ പേടിയായിരിക്കും, ചിലവർക്ക് ഇഷ്ടമായിരിക്കും. ഇതൊരു വെറൈറ്റി കോഴിയാണ്. അതാണ് എൻ്റെ കയ്യിലെല്ലാം കുത്തിയെടുക്കുകയാണ് കണ്ണാടി കൂടെ. കോഴിയാനുണ്ട്. അവിടെ തന്നെ കുറച്ച് സെക്ഷനിൽ പാമ്പും പല്ലിയും തേളും അങ്ങനത്തെ സെക്ഷൻസാണ്. ഇതിവിടെ ആദ്യം നമ്മൾ കയറി പോകുമ്പോൾ ഉള്ള ലെഫ്റ്റ് സൈഡിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ കൊള്ളാം. നമുക്ക് സാധാരണ നമ്മളൊരിടത്ത് പോയ പാമ്പിനെ എടുക്കണമെങ്കിൽ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. പക്ഷേ ഇവിടെ നമുക്ക് ടിക്കറ്റ് ചാർജ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നിനായിട്ട് പ്രത്യേകം പൈസ കൊടുക്കണ്ട. ആ ടിക്കറ്റ് ചാർജിൽ തന്നെ നമുക്ക് എല്ലാം എടുക്കാം, എല്ലാം ചെയ്യാം. നമ്മുടെ എല്ലാം അനോക്കൊണ്ടാണ്. അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്താ ചിലപ്പോൾ ഇറുക്കുമെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. വലുതായി, കുഞ്ഞായിരുന്നെങ്കിൽ പറ്റുമായിരുന്നു, ഇപ്പം വലുതായെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് തീക്കുകയാണ്. പാമ്പുകളെയൊക്കെ ഒന്ന് എടുക്കുകയാണ്. ഇത് ബ്ലാക്ക് കിങ് സ്നേക്കാണ്, മെക്സിക്കൻ ബ്ലാക്ക് കിങ് സ്നേക്കാണ്. അവന് പേടിയൊന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന, അവൻ ഫോട്ടോ എടുക്കാനൊക്കെ അവന് താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പം ഫോട്ടോ എടുക്കുമ്പോൾ അവൻ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ പേടിയില്ല. എനിക്കും പേടിയൊന്നുമില്ലായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു. കണ്ണുകൊണ്ട് കാണുന്നതല്ലേ ഉള്ളൂ പാമ്പിനെയൊക്കെ. നമ്മൾ അങ്ങനെ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്, തുടർന്നൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവരൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല രസമുണ്ടായിരുന്നേ എടുത്തപ്പോഴേ. അടുത്ത് നമ്മുടെ ഇഗ്വേനയാണ്. അവൻ്റെ ദേഹത്ത് തള്ളി കയറുന്നുണ്ടോ. അതിൻ്റെ നഖം ഇത്തിരി പ്രശ്നം. അല്ലാതെ അവിടെ കടിക്കാനുമില്ല. അതിൻ്റെ നഖമില്ലേ, നഖം കൊണ്ട് നമുക്ക് ചിലപ്പോൾ വേദനിക്കാം. അത് കയറിയിട്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് ഇതിലിത്തിരി പേടിയുണ്ട്. കാരണം നഖം കൊണ്ട് മുറിയൂന്നൊരു പേടി അവനുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, അത് നല്ലപോലെ ഇരിക്കുന്നു. പിന്നെ ഞാനും എടുത്തു. നമ്മൾ സാധാരണ പെറ്റ് ഷോ കാണാൻ ഇതിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഓരോന്നിനും 50-100 രൂപയൊക്കെ കൊടുത്താണ് ടിക്കറ്റ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ സാധാരണ എടുക്കാറില്ല. മോന് മാത്രം ഇഷ്ടമുള്ളതിനെ കൊടുക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹം പെറ്റ്സിനെയൊക്കെ താലോലിക്കാനൊക്കെ. പക്ഷെ അത് ഇവിടെ വന്ന് സാധിച്ചു കേട്ടോ. ഇത് ഒരു ഉടുമ്പ് പോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ മിക്ക ആനിമൽസാണ് റാബിറ്റ്. നമ്മൾ സാധാ റാബിറ്റാണിത്. അത് ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്ത് വന്ന് അതിന് തൊടാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഇത് വെറൈറ്റി റാബിറ്റാണ് കണ്ടോ. അതിൻ്റെ മുടി കണ്ടോ, നല്ല ഭംഗിയില്ല. കാരണം അതിൻ്റെ കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല, മുടി കൊണ്ട് മറഞ്ഞിരിക്കുകയാണ്. ഇതൊരു വെറൈറ്റി മൃഗമാണ് കേട്ടോ. മലയം വെസൽ എന്നാണെന്തോ പേര് അതിൻ്റെ. കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പക്ഷേ ഇത് ഏത് നേരവും ഉറക്കമെന്നാണ് പറഞ്ഞത്. നമ്മളെ കുംഭകർണനെ പോലെയാണ്, ഏത് സമയവും ഉറക്കമാണ്. ഫുൾ ടൈം ഉറക്കമെന്നാണ് പറഞ്ഞത്. പക്ഷേ കയ്യിലിരുന്നോ എണീച്ച് കണ്ണ് തുറന്നുണ്ട്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ അതിനെ കയ്യിലെടുക്കാനൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ എണീച്ച് ഉണർന്നത്. അടുത്ത് കോഴികൾ ഇനമുണ്ട്. നമ്മുടെ അമേരിക്കൻ സിൽക്കി. അമേരിക്കൻ സിൽക്കിയാണ്. ഇത് അല്ലാത്തൊരു കോഴി, വെറൈറ്റി ഇനം കോഴികളാണ്. നമ്മൾ നാട്ടിൻപുറത്തെ കോഴികളല്ല. അടുത്ത് എൻ്റെ ഫേവർ, എനിക്ക് വലിയൊരു ആഗ്രഹം സാധിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കെയിൻ കോർസ. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് കെയിൻ കോർസ. അതിനൊന്ന് തലോടാനും കൊഞ്ചിക്കാനൊക്കെ പറ്റും. ഭയങ്കര പാവമായിരുന്നു. അതിൻ്റെ പേരെന്താ, ബഗീരൻ എന്നാണ്. പക്ഷേ കാണാനും അതുപോലെ ബഗീരൻ ടൈപ്പ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് സന്തോഷം. അടുത്ത ഗ്രേറ്റ് ഡൈനാണ്. 2 ഗ്രേറ്റ് ഡൈനുണ്ട്. ഇവരൊക്കെ എന്ത് പാവമാണെന്ന് അറിയാം. നമ്മളിപ്പോൾ ഡോഗ്സ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലൊരു പേടി വരും. കടിക്കൂലേ. അവിടെ വന്നവർ മിക്കവരും തൊടാൻ പോയില്ല, പേടിയുണ്ടായിരുന്നു. പക്ഷേ അവർ നിൽക്കണുണ്ടോ, അവർ ആ തൊടാനും നമ്മൾ തലോടാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അങ്ങനെ നിന്ന് തരണയാണ്. എന്ത് രസമാണ്. നമ്മൾ പോണത് അവർക്ക് ഇഷ്ടമല്ല. നമ്മളെപ്പോഴും അവരടുത്ത് നിൽക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ കണ്ട. അടുത്ത് തന്നെ തൊടാൻ പോയപ്പോൾ അതിൻ്റെ ദേഷ്യം കണ്ട. നല്ല അസൂയുണ്ട് കേട്ടോ. അടുത്ത ഡാൽമേഷ്യൻ ടൈപ്പുള്ള ഗ്രേറ്റ് ഡൈനാണ്. നല്ല ഹൈറ്റാണ് ഗ്രേറ്റ് ഡൈൻ എന്ന് വെച്ചാൽ. നമ്മളിവിടെ പെറ്റ് ആയതുകൊണ്ട് അവരെങ്ങനെ പാവായിട്ടിരിക്കണമല്ലോ. കെയിൻ കോർസയൊക്കെ നല്ല അഗ്രഷൻ ബ്രീഡാണ്. പക്ഷെ നമ്മൾ ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കണല്ലേ. അതുകൊണ്ട് അതും പഞ്ചപാവണേ. തൊടാൻ വേണ്ടി തലോടാനും വേണ്ടി ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അടുത്തതാ ഇത് കുറുമ്പിയാണ്. ഇവള് എന്താ കുറുമ്പി എന്നറിയാമോ. എല്ലാവർക്കും എൻ്റെ കമ്മലാണ് ഇഷ്ടപ്പെട്ടു. അടിപൊളി കമ്മലാണെന്നുണ്ടല്ലേ. ഉണ്ടാതിരിക്കൂല കണ്ടോ. മര്യാദക്ക് ഇരിക്കാതെ നമ്മൾ നല്ല കൊത്തയും ചെയ്യുന്നു കേട്ടോ. ഓരോന്നും എടുത്ത് കടിച്ച് എൻ്റെ ബാഗിൻ്റെ വള്ളിയൊക്കെ കടിച്ച് കുത്തി എടുത്ത് കേട്ടോ. അവള് താഴത്ത് മോൻ്റെ കടിക്കാൻ പോകുമ്പോൾ അവിടെ കൂടെ ഉള്ളവർ വഴക്ക് വരുമ്പോൾ അവൻ്റെ കയ്യിൽ കടിക്കണുണ്ടോ കണ്ടോ. നല്ല കുത്തം കിട്ടതാണ് കേട്ടോ. അവിടുത്തെ കുഞ്ഞ് ഇതാണെന്ന് തോന്നുന്നു, പ്രായമേ. അത് കുതിര സെക്ഷൻസാണ്. ഒരുപാട് കുതിരകളുണ്ടായിരുന്നേ. കോഴി വേണ്ട, അത് ഉറങ്ങണുണ്ടോ. തത്തകൾ, ഒരുപാട് ഇനം തത്തകളുണ്ടായിരുന്നു. അടുത്തൊരു ഇതാണ് പ്രാക്ടീസ് സെഷൻ കണ്ടോ. നമ്മുടെ കുതിരകൾ ഇതൊക്കെ ചാമ്പ്യൻ കുതിരകളാണ്. മത്സരത്തിനൊക്കെ പ്രൈസൊക്കെ കിട്ടിയ കുതിരകളാണ് അവിടെ ഉള്ളത്. അവിടെ പ്രാക്ടീസ് കണ്ടോ. പക്ഷേ പ്രാക്ടീസ് വേണം, എന്നാലേ അവർക്ക് മത്സരത്തിനൊക്കെ നല്ല കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഡെയിലി പ്രാക്ടീസ്. പക്ഷേ ഭയങ്കര മടിയാണ്. ഇതിപ്പം സ്പീഡ് കൂട്ടി ഇട്ടിരിക്കണം. ഭയങ്കര മടിയാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്യാനൊക്കെ. നമ്മുടെ ഹസ്കി കിട്ടണ കണ്ടോ, എന്താ ഭംഗിയല്ലേ. ഇത് ഒത്തിരി ഡേഞ്ചർ ആയിരുന്നേ. നമ്മുടെ ജല്ലിക്കെട്ട് കറുപ്പനായിരുന്നു, ജല്ലിക്കെട്ട് കാള. കണ്ടോ ഇരിക്കണുണ്ടോ. അവന് തൊടണേന്നും ഇഷ്ടമില്ല. ഭയങ്കര സ്റ്റൈലിൽ നിൽക്കുകയാണ്. വലിയൊരു പവറല്ലേ കറുപ്പൻ. അടുത്ത് ഇതും അങ്ങനത്തെയാണ്, ജല്ലിക്കെട്ട് കാളയാണെന്ന് തോന്നും. പക്ഷെ ഇത് പാവമായിരുന്നു കേട്ടോ. തൊടാനൊക്കെ സമ്മതിച്ചു. അങ്ങനെയൊക്കെ തൊട്ടൊക്കെ. എൻ്റെ മോനും അങ്ങനെയാണ്. മൃഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അങ്ങനെ കുഞ്ഞുനാളിലേ അങ്ങനെ പെറ്റ്സിനെയൊക്കെ നല്ല ഇഷ്ടമാണ്. പെറ്റ്സിനെയൊക്കെ വളർത്തിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ അവനും കുതിര.
കുതിര നട കണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുതിരയിലെ കുഞ്ഞിനെ കണ്ടോ, പ്രസവിച്ചതേ ഉള്ളൂ എന്ന് തോന്നുന്നു. നല്ല രസമായിരുന്നു. ഈ കുതിരക്ക് കടിക്കും കേട്ടോ, അതുകൊണ്ട് കൈ വെച്ച് കൂടുതൽ കൊടുക്കാൻ പാടില്ല, അത് കടിക്കും. ഉണ്ടാ നാക്കിട്ടെടുക്കുന്നുണ്ടോ കയ്യെ. എനിക്ക് എല്ലാവരും തൊടാൻ ഭയങ്കര ഇഷ്ടമാണ്. കുതിരയൊക്കെ അങ്ങനെ ആദ്യമായിട്ടൊക്കെ അല്ലേ നേരിട്ട് തൊടുന്നതൊക്കെ നമുക്ക് കണ്ടാലും. ഇതൊക്കെ മങ്കി ഇനങ്ങൾ ഒരുപാട് 2-3 മങ്കി ഇനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. വെറൈറ്റി ഒരു 8 ലക്ഷത്തിൻ്റെ മങ്കി ഇനം അവിടെ ഉണ്ട്. ഉണ്ടോ, ഓരോന്ന് വെറൈറ്റിയാണ് കേട്ടോ. നമ്മളൊക്കെ കാണാതെ ആനിമൽ പ്ലാനിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ അടുത്തെടുത്ത എന്താ ഭംഗി നോക്കിയാൽ ചുവന്ന കളറും നല്ല രസമല്ലേ എന്നെ കാണാൻ, നല്ല ഭംഗിയുണ്ട്. വേണ്ടേ, ഇപ്പോൾ വെറൈറ്റി ഇനങ്ങളൊക്കെ ഒരുപാടുണ്ട് അവിടെ. നമുക്കൊക്കെ പൈസയ്ക്ക് മുതലാകും. നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതിന് എത്രയാ, ഒരു വലിയ അഡൽട്ടിന് 100, കുട്ടികൾക്ക് 50 രൂപയാണ്. അത് നമുക്ക് മുതലാവും എന്ന് വെച്ചാൽ മുതലാവും. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ നിൽക്കാം, അവരോടൊക്കെ കളിക്കാം. അവിടുത്തെ മീൻസ് ഫിഷാണ്, ഒരുപാട് രസമാണ്, ഒരുപാടുണ്ടാവും. നമുക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അടുത്ത് വന്ന് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കാം, ഒരുപാട് രസമായിരുന്നത്. നല്ല ഭംഗിയായിരുന്നില്ലേ കാണാൻ, എന്താ ഭംഗിയാണ് അതിനൊക്കെ കാണാൻ. എനിക്ക് ഫീഡ് ചെയ്യണമെന്നൊക്കെ നല്ല രസമായിരുന്നു. നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യും. അതൊക്കെ ഒരു സുന്ദരിയെ കണ്ടോ, അവനങ്ങ് ഇഷ്ടപ്പെട്ടെന്നോണം കേട്ടോ. അവൻ്റെ ഉടുപ്പിനെ കടിക്കുന്നു, അവൻ്റെ കടിച്ചെടുക്കും കേട്ടോ. അവനെ ഇഷ്ടപ്പെട്ടു. അവൻ്റെ മുടി കണ്ടോ, നല്ല രസമുണ്ട്, സുന്ദരി പെണ്ണാണത്. അവൻ എല്ലാത്തിനെയും പോയി തുടയും. അവനങ്ങനെ പേടിയെന്ന് പറയാൻ ആരുമില്ല. വീണ്ടും തിരിച്ചു പോയാണ് കെയിൻകോർസയുടെ അടുത്ത്, ബഗീരൻ്റെ അടുത്ത്. ബഗീരൻ അവനെ വിടണില്ല, അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടോ, തടവാൻ വേണ്ടി വന്ന് നിൽക്കണേണ്ടോ. നമ്മളിവിടെയുള്ള ബ്ലാക്കിയെ പോലെ എന്നാണ് പിടിച്ച് വെച്ച് കളിക്കാൻ നിൽക്കണേണ്ടോ. കളിക്കുന്നതാണ് കേട്ടോ, അതൊരു കടിക്കണതല്ല, അത് കളിയാണ്. നമ്മളിവിടെ ബ്ലാക്കി ഇങ്ങനെയാണ്, അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന് പോകാൻ സമ്മതിക്കില്ല. അതിൻ്റെ അടുത്ത് ആട് സെഷൻസൊക്കെ ഉണ്ട്, ഒരുപാട് വെറൈറ്റി ഇനം ആടുകളുണ്ട്. എന്താ ഭംഗിയല്ലേ അവിടെയൊക്കെ കാണാൻ. മുട്ടനാടാണത്, നല്ല രസമാണ് കാണാനൊക്കെ. എന്താ നിന്ന് തരും കേട്ടോ തൊടാനൊക്കെ. ഇതാരാ യമുവാണേ, അത് കൊത്തും കേട്ടോ. അത് കഴുത കണ്ടോ, ഡോങ്കി എന്ന് പറയുന്നത് കഴുത. പാവല്ലേ നിൽക്കണമൊക്കെ. അതിനെയൊക്കെ തൊടുന്നതൊക്കെ ആദ്യമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലേ നമ്മൾ അതിനെയൊക്കെ തൊടുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ കഴുതയൊക്കെ, എന്നാണ് പറയുന്നത്. അടുത്ത ലാസ്റ്റ് സെഷൻ ഇത് ഫസ്റ്റ് സെഷനാണ്, പക്ഷെ നമ്മൾ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ബേഡ്സിൻ്റെ അടുത്ത് നമുക്ക് ബേഡ്സിന് ഫുഡ് കൊടുക്കാം. അതൊരു വെറൈറ്റി ആയ സംഭവമായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് അത് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കയ്യിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നതേ, നല്ല വെറൈറ്റി ഇനം കോഴികളുണ്ട്, ഒരുപാട് ബേഡ്സ് എല്ലാം ഉണ്ട് അവിടെ. അത് നല്ല സെക്ഷനായിരുന്നു. നമുക്ക് ഫുഡ് കൊടുക്കാം. നമ്മൾ കയ്യിൽ വന്നിരുന്ന്, നമ്മൾ ഫുഡ് കയ്യിൽ വെക്കുമ്പോഴേ കയ്യിൽ വന്നിരുന്നത് കൊത്തി കഴിക്കുന്നുണ്ട്. പ്രാവുകളുണ്ട്, ഒരുപാട് തരം കിളികളുണ്ട് കേട്ടോ, ഒരുപാട്. എല്ലാത്തിനും പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് പറയാത്തത്. ഇത് എൻ്റെ കോഴികളും എൻ്റെ തലയിലും കയ്യിലും തോണിലും എല്ലാവരും മിക്കവർക്കും എൻ്റെ കമ്മലാണ് ഇഷ്ടപ്പെട്ടത്. കമ്മലിനെ കൊത്തി തിന്നണം, എൻ്റെ ബാഗ് കൊത്തി തിന്നും, എൻ്റെ മാല കൊത്തി തിന്നൊക്കെ. അവർക്ക് ഫുഡ് വേണ്ട. ഇതൊക്കെയാണ് അവരെ വെറൈറ്റി ചോയ്സ് എന്ന് പറയുന്നത്. അയ്യോ നല്ല രസം, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ കയ്യിലൊക്കെ വന്നിരുന്ന് കഴിക്കണമേ. നമുക്കൊന്നും പക്ഷെ തൊടാൻ വലുതായിട്ട് സമ്മതിക്കില്ല, അത് കൊത്തി തരും കേട്ടോ തൊടുമ്പോഴേ. പക്ഷെ നല്ല രസമുണ്ട്. ഒരു എന്താ പറയുക, ഒരു മനസ്സിന് വല്ലാത്തൊരു ഫീലായിരുന്നു അവിടെ നിന്നപ്പോൾ. എല്ലാ മൃഗങ്ങളെയും നമുക്കൊരു നഷ്ടം വരും. നമ്മളെ കുട്ടികളെയും കൊണ്ട് നമുക്ക് ഇപ്പോൾ ഓണമല്ലേ വരുന്നത്, ഓണത്തിനൊക്കെ നമുക്ക് വെക്കേഷൻ അടിച്ച് പൊളിക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ തിരുവനന്തപുരത്തുള്ള ബാലനാരത്തുള്ള പള്ളിച്ചലിൻ്റെ അയണി കൂടുന്ന സ്ഥലത്താണ്, റോഡ് സൈഡിൽ തന്നെ. നമുക്ക് പോകുമ്പോൾ തന്നെ കാണാൻ കഴിയും. പിന്നെ ഇൻസ്റ്റയിലൊക്കെ അവർ ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ പോകാൻ ആഗ്രഹമുള്ളവർ പോവുക, നമ്മളെ കുട്ടികളെയും കൊണ്ട് പോവുക, എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ, സീ യു.